വിക്രം സിനിമയിലെ ഏജന്റ് വിക്രമിനെ പോലെ ഒരു റിയൽ ലൈഫ് ഗോസ്റ്റ് ഈ ലോകത്തിൽ ജീവിച്ചിരുന്നു. ഈ ഗോസ്റ്റുകൾ എന്ന് പറയുമ്പോഴത്തേക്കും തങ്ങളുടെ മരണത്തെ ഫേക്ക് ചെയ്തിട്ട് മറ്റൊരു സ്ഥലത്തിൽ മറ്റൊരു ഐഡന്റിറ്റിയിൽ ജീവിക്കുന്ന സ്പൈകളെയും ഏജന്റുകളെയുമാണ്. ഇയാളൊരു ഗോസ്റ്റ് ആയിരുന്നുവെന്ന് മാത്രമല്ല, ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ബ്ലാക്ക് സ്ക്വാഡ് ഇയാൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കി എന്നുള്ളതാണ്. സ്പൈകളുടെ ലോകത്തിലെ ഒരു ലെജൻഡായ ഇയാളുടെ പേര് കോഡ് നെയിം ഏജന്റ് ഗാർബോ എന്നാണ്. ഏജന്റ് ഗാർബോയെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം, ഒരു ജെയിംസ് ബോണ്ട് ഫിലിമിനും ഒരു സ്പൈ ത്രില്ലേഴ്സിനും നമുക്ക് തരാൻ പറ്റാത്ത ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും ഇയാളുടെ കഥകൾ കേൾക്കുമ്പോൾ. കാരണം ഇയാൾ ഒറ്റയ്ക്ക് തുടക്കം കുറിച്ചത് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാനമായിരുന്നു എന്ന് മാത്രമല്ല, ഇയാൾ ഒരു ഡബിൾ ഏജന്റും കൂടെയായിരുന്നു. ശത്രുഭാഗത്ത് നിന്നും താൻ വർക്ക് ചെയ്തിരുന്ന സൈഡിൽ നിന്നും ഏറ്റവും ഉയർന്ന പുരസ്കാരങ്ങൾ നേടിയ ഇയാൾ ലോകശക്തികൾ എന്ന് സ്വയം വിശേഷിപ്പിച്ചിരുന്ന പല ആളുകളെയും തനിക്ക് മുന്നിൽ മുട്ടുകുത്തിച്ചിട്ടുണ്ട്. അറിഞ്ഞിരിക്കണം നമ്മൾ കിങ്സ്മെൻ സീക്രട്ട് സർവീസിനെയും ജെയിംസ് ബോണ്ടിനെയും എല്ലാം കടത്തിവെട്ടുന്ന ഏജന്റ് ഗാർബോയുടെ ജീവിതത്തെക്കുറിച്ച്. Once upon a time, there really lived a ghost. Let's hear about it. ഹുവാൻ ബൂജോൾ എന്നായിരുന്നു ഏജന്റ് ഗാർബോയുടെ യഥാർത്ഥ പേര്. ബാർസലോണ സ്പെയിൻ സ്വദേശിയായ ഇദ്ദേഹത്തിന് സ്പാനിഷ് സിവിൽ വാറിന് ശേഷം പൊളിറ്റിക്കൽ എക്സ്ട്രീമിസ്റ്റുകൾ, അതായത് രാഷ്ട്രീയ തീവ്രവാദത്തിനെതിരെയും അതുപോലെ സ്വേച്ഛാധിപതികൾക്കെതിരെയുമെല്ലാം ഒരു വല്ലാത്ത ദേഷ്യവും വൈരാഗ്യവും ഉണ്ടായിരുന്നു. ഇയാൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഹിറ്റ്ലർ ജയിക്കുകയാണെങ്കിൽ അത് യൂറോപ്പിന് മാത്രമല്ല ഈ ലോകത്തിന് തന്നെ ഒരു വൻ വിപത്തായിരിക്കുമെന്ന്. അങ്ങനെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയായ അറസീലിയും കൂടെ തീരുമാനിക്കുകയാണ്, നമ്മൾ ഇതിനെതിരെ എന്തെങ്കിലും ചെയ്യണം, അതിനായി നമുക്ക് ബ്രിട്ടീഷ് എംബസിയെ സമീപിക്കാം. അങ്ങനെ ബ്രിട്ടീഷ് എംബസിയിൽ സമീപിച്ച് ഇവർ അവരെ തന്നെ സ്വയം ഓഫർ ചെയ്യുകയാണ്. അതായത് ഇദ്ദേഹം ബ്രിട്ടീഷ് സീക്രട്ട് സർവീസിന് വേണ്ടിയിട്ട് ഒരു സ്പൈ ആയി വർക്ക് ചെയ്യാൻ, അതായത് ഒരു ചാരനായി വർക്ക് ചെയ്യാൻ തയ്യാറാണ്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാവിധ ക്വാളിറ്റികളും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ബ്രീഫ് പീരിയഡ് ആർമിയിൽ സർവ് ചെയ്തിട്ടുണ്ട്, അതുപോലെ അദ്ദേഹത്തിന് നല്ല ചാമിങ് പേഴ്സണാലിറ്റിയാണ് എന്നെല്ലാം പറയുകയുണ്ടായി. എന്നാൽ ഒട്ടുമിക്ക എല്ലാ ജോബ് ഇന്റർവ്യൂസിലും നടക്കുന്നത് പോലെയാണ് അവിടെയും സംഭവിച്ചത്. നിങ്ങളുടെ കഴിവും നിങ്ങളുടെ സ്കില്ലും നിങ്ങളുടെ പേഴ്സണാലിറ്റിയും എല്ലാം അടിപൊളിയാണ്, പക്ഷേ നിങ്ങൾക്ക് കുറച്ച് എക്സ്പീരിയൻസ് കൂടെ വേണം. പണി കൊടുത്താലല്ലേ എക്സ്പീരിയൻസ് കിട്ടുള്ളൂ. അങ്ങനെ എക്സ്പീരിയൻസിന്റെ പേരും പറഞ്ഞ് ഹുവാനെയും അറസീലിനെയും എംബസി റിജക്ട് ചെയ്യുകയായിരുന്നു. എന്നാൽ ഇവിടെ കൊണ്ട് അദ്ദേഹം അവസാനിപ്പിച്ചില്ല. പലതവണ അദ്ദേഹം എംബസിയെ സമീപിച്ചിട്ട് പറഞ്ഞു, ഞാനിത് ചെയ്യാൻ തയ്യാറാണ്, എന്നെപ്പോലെ വില്ലിങ്നെസ് ഉള്ള ആളുകളെ ഒരുപക്ഷെ നിങ്ങൾക്ക് കിട്ടത്തില്ല. അങ്ങനെ പഠിച്ച പണി 18 അദ്ദേഹം ശ്രമിച്ചു, എല്ലാ തവണയും റിജക്ട് ചെയ്യുകയായിരുന്നു. അങ്ങനെ ഒടുവിൽ അദ്ദേഹം മടുത്തു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ഒരു തരത്തിലൊരു വൈരാഗ്യവുമായി. ഒരു നല്ല കോസിന് വേണ്ടി ഞാൻ എന്നെ തന്നെ അവർക്ക് മുന്നിൽ സമർപ്പിച്ചപ്പോഴത്തേക്കും അവർക്ക് എന്നെ വേണ്ട, അങ്ങനെയാണെങ്കിൽ വേണ്ട, ഇവരെന്നെ സഹായിച്ചില്ലെങ്കിൽ ഞാൻ അവരെ മുടിപ്പിക്കും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ ഇയാൾ നേരെ ജർമ്മൻ ഇന്റലിജൻസ് ഏജൻസിയിൽ ജോയിൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അയാൾ ആബ്വറിൽ ജോയിൻ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വൈഫായ അറസീലി സുന്ദരിയും സ്മാർട്ടും മാത്രമല്ലായിരുന്നു, ബാങ്ക് ഓഫ് സ്പെയിന്റെ ഗവർണറിന്റെ അസിസ്റ്റന്റുമായിരുന്നു. അപ്പൊ അവിടെ നിന്ന് കിട്ടിയ കോണ്ടാക്റ്റുകളും സ്വാധീനങ്ങളും വെച്ചിട്ട് അറസീലി ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുകയാണ് ഒരു ഗുസ്റ്റാഫ് ലീഷ്ണറുമായിട്ട്. ഇദ്ദേഹം എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു ആബ്വർ ഉണ്ടല്ലോ, ജർമ്മൻ ഇന്റലിജൻസ് ഏജൻസി, ഈ ഒരു ആബ്വറിന്റെ സോണൽ ചീഫാണ്. അങ്ങനെ ഇദ്ദേഹവുമായിട്ട് ഇവർ മീറ്റ് ചെയ്യുകയും ഇദ്ദേഹത്തിന് റിജക്ട് ചെയ്യാൻ പറ്റാത്തൊരു ഓഫർ ഈ ഒരു ഹുവാൻ ബൂജോൾ വെക്കുകയായിരുന്നു. ആ ഒരു ഓഫർ ഇങ്ങനെയായിരുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഏജന്റായിട്ട് വർക്ക് ചെയ്യാം, ഇവിടെ നിന്ന് ലിസ്ബണിലേക്ക് പോയി, ലിസ്ബണിൽ നിന്ന് ലണ്ടനിലേക്ക് പോയി കള്ളപ്പേരിൽ അവിടെ താമസിച്ച് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചാരവൃത്തി നടത്താം എന്ന് പറയുകയുണ്ടായി. ഇവിടെയുള്ള എൻ്റെ ഒരു ഫ്രണ്ട്സും ഫാമിലിയും അറിയാതെയായിരിക്കും ഞാൻ പോകുന്നത്, അവരുടെ കാഴ്ചപ്പാടിൽ ഞാൻ ഈ ലോകത്തിൽ ജീവിച്ചു പോലും ഇരിക്കുന്നില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരിക്കും, അതുകൊണ്ട് തന്നെ എനിക്ക് സുഗമമായിട്ട് ഈ ജോലികൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ ഒരു ഓഫർ അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യുകയാണ്. ആബ്വറിലേക്ക് ഇദ്ദേഹത്തിന് ജോയിൻ ലെറ്ററും കൊടുക്കുകയായിരുന്നു. അങ്ങനെ ശേഷം കുറച്ചു കാലം ഇദ്ദേഹത്തിന് ആബ്വറിന്റെ ട്രെയിനിങ് ആയിരുന്നു, അതായത് സ്പൈ വേൾഡിലേക്കുള്ള ട്രെയിനിങ് ആയിരുന്നു. എന്തായാലും ബേസിക് മിലിറ്ററി ട്രെയിനിങ് അദ്ദേഹത്തിന് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സ്പൈ വേൾഡിലേക്കുള്ള ട്രെയിനിങ് വളരെ എളുപ്പത്തിൽ തന്നെ അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യുകയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ആദ്യത്തെ കോഡ് നെയിം കിട്ടുകയാണ്, കോഡ് നെയിം അറബൽ. ഈ ഒരു കോഡ് നെയിം അറബൽ എന്ന് പറയുന്നത് ആബ്വറിലെ കോഡ് നെയിമാണ്.
അങ്ങനെ ഇവിടെ നിന്നും അദ്ദേഹം നേരെ ലിസ്ബണിലേക്ക് പോയി, ലിസ്ബണിൽ നിന്ന് നേരെ ലണ്ടനിലേക്കും പോയി. എന്നാൽ ആരും അറിയാതെ ഭാര്യയും കൂടെ കൊണ്ടുപോയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ഒരു സോളിഡ് ഇൻസ്ട്രക്ഷൻ കൊടുത്തായിരുന്നു, അദ്ദേഹമായിട്ട് ഒരു ചാരവൃത്തിയും നടത്തണ്ട, പകരം അദ്ദേഹം ഒരു സ്പൈ നെറ്റ്വർക്ക് ഉണ്ടാക്കണമെന്നാണ് പറഞ്ഞത്. അതായത് ആബ്വറിൻ്റെതല്ലാത്ത ഒരു പ്രൈവറ്റ് സ്പൈ നെറ്റ്വർക്ക് ഉണ്ടാക്കണമെന്നായിരുന്നു അദ്ദേഹത്തിനോട് പറഞ്ഞത്. അപ്പോൾ ഇദ്ദേഹത്തെ എടുക്കാനായിട്ടുള്ള ഒരു മെയിൻ കാര്യം എന്ന് പറയുമ്പോൾ ലുക്ക് കണ്ട ഇദ്ദേഹം ഒരിക്കലും ഒരു സ്പൈ ആണെന്ന് പറയത്തില്ല. രണ്ടാമത്തെ കാര്യം വളരെ ചാമിങ് പേഴ്സണാലിറ്റിയാണ്. അതായത് ഏതൊരാൾക്കും പെട്ടെന്ന് ഇഷ്ടം തോന്നുകയും കമ്പനി ആവുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ളൊരു കാരിസ്മാറ്റിക് പേഴ്സണാലിറ്റിയാണ് അദ്ദേഹത്തിനുള്ളത്. അങ്ങനെ അധികം താമസിയാതെ തന്നെ അദ്ദേഹം ആ ഒരു സ്പൈ നെറ്റ്വർക്ക് ഉണ്ടാക്കി. സ്പൈ നെറ്റ്വർക്ക് ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, ഏകദേശം 300ഓളം റിപ്പോർട്ടുകളും 2000ഓളം വയർലെസ് മെസ്സേജുകളും അദ്ദേഹം ഈ ഒരു ആബ്വറിന് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നു. ആബ്വറിന് ഇദ്ദേഹത്തിനെ അങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയായിരുന്നു, ഇദ്ദേഹത്തിൻ്റെ വർക്കും കാര്യങ്ങളും എല്ലാം. കാരണം ഇദ്ദേഹം ഉണ്ടാക്കിയ സ്പൈ നെറ്റ്വർക്കിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ കോമൺ പീപ്പിൾ അല്ല, സമൂഹത്തിൽ ഉയർന്ന പൊസിഷനിലുള്ള ആളുകളാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടിയിരിക്കുന്നത് ഒരു വെനസ്വേലൻ ബ്രദേഴ്സിനെ കുറിച്ചാണ്. ഈ ഒരു വെനസ്വേലൻ ബ്രദേഴ്സിൻ്റെ ഒരു മെയിൻ അപ്പർ ഹാൻഡ് എന്ന് പറയുമ്പോൾ റോയൽ നേവി, അതായത് ബ്രിട്ടീഷ് നേവിയുടെ മൂവ്മെന്റ്സ് ഇവർക്ക് ഡയറക്റ്റ് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ആ തരത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്. പിന്നെയുള്ള മറ്റൊരാളെന്ന് പറയുമ്പോൾ ഒരു വെൽഷ് ഫാസിസ്റ്റ് ആയിരുന്നു. ഇയാള് നാറ്റ്സി, അതായത് ഈ ഒരു ഹിറ്റ്ലറുടെ ഐഡിയോളജിയോട് ഭയങ്കരമായിട്ട് യോജിക്കുന്ന ഒരാളായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഇയാളൊരു രഹസ്യ സംഘടനയും തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സംഘടനയുടെ പേരെന്ന് പറയുമ്പോൾ ദ ബ്രദർഹുഡ് ഓഫ് ആര്യൻ വേൾഡ് ഓർഡർ എന്നായിരുന്നു. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതെന്ന് പറയുമ്പോൾ ഹിറ്റ്ലറെ ലോകശക്തിയാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ടീമാണെന്ന്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വർക്കുകൾ ഈ ഒരു ആബ്വറിന് ഒരുപാട് ഇഷ്ടപ്പെടാൻ മറ്റൊരു കാരണവും കൂടെ ഉണ്ടായിരുന്നു. ഈ ഒരു സ്പൈ നെറ്റ്വർക്ക് തുടങ്ങിയെന്ന് മാത്രമല്ല, ഓരോ ഏജന്റുകളെ കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ടാണ് അയച്ചത്. ഇയാൾ എവിടെ ജനിച്ചു, ഏത് സ്ഥലത്താണ് പ്രവർത്തിക്കുന്നത്, ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി എന്താണ്. അപ്പോൾ ആബ്വറിൻ്റെ ഒരു ട്രസ്റ്റഡ് ഏജന്റായി മാറിക്കഴിഞ്ഞു. അങ്ങനെ 1944 ഈ ഒരു ജർമ്മൻസിന് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു ഇന്റലിജൻസ് റിപ്പോർട്ട് ഹുവാൻ അയച്ചു കൊടുക്കുകയാണ്. ആ ഇന്റലിജൻസ് റിപ്പോർട്ടിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഈ ഒരു ബ്രിട്ടീഷ് ആർമിയും അമേരിക്കൻ ആർമിയും കനേഡിയൻ ആർമിയും കൂടെ ചേർന്ന് ഫ്യൂസാഗ് എന്ന് പറയുന്ന 12 ഡിവിഷനുകൾ വരുന്ന ഒരു ആർമി ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ തലവനായിരിക്കുന്നത് ദ ലെജൻഡറി ജനറൽ പാറ്റൺ ആണ്. പാറ്റൺ തലവനായിരിക്കുന്നത് കൊണ്ട് തന്നെ വളരെ സൂക്ഷിക്കണം. ഹീ ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് മിലിറ്ററി പേഴ്സൺസ് എന്നും പറഞ്ഞ് ഇദ്ദേഹം ഒരു റിപ്പോർട്ട് എഴുതി അയക്കുകയാണ്. അപ്പോൾ ഇതറിഞ്ഞതും ഇവർക്ക് പേടിയായി. അതിന് പുറകെ മറ്റൊരു റിപ്പോർട്ടും കൂടെ വരുന്നു. നോർത്ത് ഫ്രാൻസിലുള്ള കാലെ എന്ന സ്ഥലത്തായിരിക്കും ഇവർ ലാൻഡ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു വലിയ ലാൻഡിംഗ് ആയിരിക്കും. അതുകൊണ്ട് ഒരുപാട് മിലിറ്ററി ഫോഴ്സസിനെ അവിടെ അറേഞ്ച് ചെയ്യണം. പക്ഷേ സംഭവിച്ചതെല്ലാം ട്വിസ്റ്റുകളോട് ട്വിസ്റ്റുകളായിരുന്നു. കഥയുടെ കുറച്ച് ബാക്കിലേക്ക് പോകണം. ഈ ബ്രിട്ടീഷ് എംബസി ഇദ്ദേഹത്തെ പലതവണ റിജക്റ്റ് ചെയ്തില്ലേ? അപ്പോൾ 3-ാമതോ 4-ാമത്തെ തവണയോ റിജക്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹം തന്നെ തീരുമാനിക്കുകയാണ്, ഓക്കെ, നമ്മുടെ കിങ്സ്മൻ സീക്രട്ട് സർവീസിലേതുപോലെ ഒരു ഇൻഡിപെൻഡൻറ്റ് സ്പൈ ആയി മാറണമെന്ന് തീരുമാനിക്കുകയായിരുന്നു. അതിന് ഫണ്ടിങ് വേണം, സപ്പോർട്ടും വേണം. അതിനായിട്ടായിരുന്നു ഭാര്യയുടെ സഹായത്തോടു കൂടി ഈ ഒരു ജർമ്മൻ ഇൻ്റലിജൻസ് ഏജൻസിയിലെ ഓഫീസറായ ഈ ഒരു ഗുസ്റ്റാഫ് ലീഷ്ണറിനെ കണ്ടത്, ഫണ്ടിങ്ങിന് വേണ്ടി. അതിനുശേഷം ഇദ്ദേഹം ലിസ്ബണിലേക്ക് പോയി എന്ന് പറഞ്ഞില്ലേ? ലിസ്ബണിലേക്ക് പോയി എന്നുള്ളത് നേരെ തന്നെയാണ്. പക്ഷേ ലിസ്ബണിൽ നിന്ന് അദ്ദേഹം ലണ്ടനിലോട്ട് പോയില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു 300 റിപ്പോർട്ടുകളും 2000ഓളം വയർലെസ് മെസ്സേജുകളും മൊത്തം തള്ളായിരുന്നു. പിന്നെ പറഞ്ഞില്ലേ 27 ഏജന്റുകൾ വരുന്ന ഒരു സ്പൈ നെറ്റ്വർക്ക് തുടങ്ങിയെന്ന്, അതും ഒന്നാന്തരം വേൾഡ് ക്ലാസ് തള്ളായിരുന്നു. ഈ റിപ്പോർട്ടുകളും ഈ സ്പൈ നെറ്റ്വർക്കുകളും അതുപോലെ ഈ ഒരു 27 ഏജന്റുകളെയും അവരുടെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയും എല്ലാം ഇദ്ദേഹം ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നറിയോ? ബ്രിട്ടീഷ് ടൂറിസ്റ്റ് ഗൈഡിൻ്റെ സഹായത്തോടു കൂടി, ന്യൂസ് പേപ്പർ ക്ലിപ്പിങ്ങുകളുടെ സഹായത്തോടു കൂടി, അതുപോലെ മാഗസീൻസിൻ്റെ സഹായത്തോടു കൂടി, എന്തിനേറെ പറയണം, സിനിമകളിൽ കാണിക്കുന്ന ചില ന്യൂസ് പേപ്പർ റീലുകളിൽ നിന്നുമാണ് ഇദ്ദേഹം ഈ ഒരു കഥ മെനഞ്ഞെടുത്തത്. അങ്ങനെ ഈ കൊടുത്തുകൊണ്ടിരുന്നത് അത്രയും ഫോൾസ് ഇൻഫർമേഷൻസ് ആയിരുന്നു. പക്ഷെ അതൊന്നും ഇയാൾക്ക് പ്രശ്നമാവത്തില്ല. കാരണം ഏതൊക്കെയോ ഏജന്റുകളാണ് ഈ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് കൊടുക്കുന്നത്. അവരൊക്കെ തുടക്കക്കാരുമാണ്. അപ്പം അവരുടെ ഭാഗത്തു നിന്ന് മിസ്റ്റേക്സ് ഉണ്ടാവും. അവരാണെങ്കിൽ ഹിറ്റ്ലറുടെ ഐഡിയോളജീസിനോട് യോജിക്കുന്ന ആളുകളുമാണ്. അതുകൊണ്ട് അവർക്കെതിരെ ആക്ട് ചെയ്യാനും പറ്റൂല ആക്ബറിന്. ഈ ഒരു വിശ്വാസം പിടിച്ചു പറ്റിയതിന് ശേഷം 27 സബ് ഏജന്റുകൾ വരുന്ന സ്പൈ നെറ്റ്വർക്കിലുള്ള ആളുകൾക്ക് ശമ്പളം റേസ് ചെയ്യണമെന്നും പറഞ്ഞ് ഏകദേശം 22,000 പൗണ്ട്, അതായത് ഇപ്പോഴത്തെ $1.3 മില്യൺ വരെ
ഇങ്ങനെ ഈ ഒരു ആബ്വറിൽ നിന്ന് വലിപ്പിച്ചുകൊണ്ടിരുന്നു. അതെല്ലാം ഇയാൾക്ക് സ്വന്തമാണ്. നല്ലപോലെ പൈസ ഉണ്ടാക്കി പുള്ളിക്കാരൻ. പിന്നെ അത് മാത്രമല്ല, ഒരു കള്ളക്കഥ അങ്ങോട്ട് മെനയുകയും ചെയ്തു. മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷനിൽ ഒരാളുടെ സഹായത്തോടു കൂടി ചെറിയൊരു ജോലി കിട്ടി. അപ്പോൾ ഇവിടുത്തെ ഒരു അഡ്മിറലിൻ്റെ ഒക്കെ മൂവ്മെൻറ്റ്സ് ഡയറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഓഫീസേഴ്സ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഡയറക്റ്റ് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി അങ്ങോട്ട് നല്ല വാല്യുബിൾ ഇൻഫർമേഷൻസ് എനിക്ക് തരാൻ പറ്റുമെന്നും പറഞ്ഞ് തള്ളോട് തള്ളു ഇതെല്ലാം അപ്പുറത്തിരിക്കുന്ന പൊട്ടന്മാർ വിശ്വസിക്കുകയും ചെയ്തു. കാരണം എന്താണ്, അത്രയും എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഏജന്റ് അല്ലേ പറയുന്നത്. അപ്പോൾ ഡബിൾ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പം അങ്ങനെ ഇരിക്കെ ബ്രിട്ടീഷ് എക്സ്റ്റേണൽ ഇൻ്റലിജൻസ് ഏജൻസി ആയിട്ടുള്ള MI6 മിലിറ്ററി ഇൻ്റലിജൻസ് സെക്ഷൻ 6 ഇയാൾ അയക്കുന്ന മെസ്സേജുകൾ എന്താ പറയുക ഇൻ്റർസെപ്റ്റ് ചെയ്യുകയായിരുന്നു. അപ്പം അതിൽ നിന്ന് MI6 മനസ്സിലാക്കുകയാണ്, ഏതോ ഒരാൾ നമുക്ക് വേണ്ടി നല്ലതുപോലെ സഹായിക്കുന്നുണ്ട്. കാരണം ഇയാൾ ഈ അയക്കുന്ന മെസ്സേജുകൾ അത്രയും ഭൂലോക ബ്ലണ്ടറുകളാണ്. പിന്നെ അത് മാത്രമല്ല, അതെല്ലാം ഈ ജർമ്മൻകാർ വിശ്വസിക്കുന്ന രീതിയിലുമാണ് അയക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇത് അയക്കുന്നത് ലണ്ടനിൽ നിന്നാണെങ്കിൽ പോലും, ലണ്ടനിൽ നിന്ന് അയക്കുന്നു എന്ന വ്യാജേനയാണെങ്കിൽ പോലും ഇയാൾ നിൽക്കുന്നത് ലിസ്ബണിലാണെന്ന് മനസ്സിലായി. അപ്പോൾ ഹുവാൻ തൻ്റെ അടുത്ത മാസ്റ്റർ പ്ലാൻ അരസീലിനെ കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യുകയായിരുന്നു. അരസീലി ഏജന്റ് റൂസോ എന്ന് പറയുന്ന MI6 ഏജന്റിനെ സമീപിക്കുകയായിരുന്നു. റൂസോയെ സമീപിച്ചിട്ട് എല്ലാവിധ റിപ്പോർട്ടുകളും കാണിച്ച് എല്ലാവിധ തെളിവുകളും കാണിച്ച് പറയുകയാണ്, ഞാനും എൻ്റെ ഭർത്താവും നിങ്ങളുടെ ബ്രിട്ടീഷ് ഇൻ്റലിജൻസ് സർവീസിന് വേണ്ടിയും അതുപോലെ നിങ്ങളുടെ ആലീഡ് ഫോഴ്സസിന് വേണ്ടിയും, ഈ ആലീഡ് ഫോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ ഈ ഒരു ബ്രിട്ടീഷ്, അമേരിക്ക, കാനഡ ഇവരൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആലീഡ് ഫോഴ്സസിന് വേണ്ടിയും നിങ്ങളുടെ യാതൊരുവിധ ഫിനാൻഷ്യൽ സപ്പോർട്ടും ഇല്ലാതെ ഇത്രയും കാലവും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. ഇപ്പോൾ നമുക്ക് ആബ്വറിൻ്റെ വിശ്വാസം എന്ന ട്രംപ് കാർഡ് കയ്യിലുണ്ട്. ഇനി നമുക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു ഡബിൾ ഏജൻ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ റൂസോ ഈ ഇൻഫർമേഷൻ നേരെ MI6 ഫോർവേഡ് ചെയ്യുകയാണ്. അടുത്തത് ഹുവാനെ തേടി എത്തിയത് MI5 നിന്നുള്ള കോളായിരുന്നു, മിലിറ്ററി ഇൻ്റലിജൻസ് സെക്ഷൻ 5. അതായത് UK ഇന്റേണൽ ഇൻ്റലിജൻസ് ഏജൻസി ആൻഡ് കൗണ്ടർ ഇൻ്റലിജൻസ് ഏജൻസിയാണ് ഈ ഒരു MI5 എന്ന് പറയുന്നത്. അങ്ങനെ ബ്രിട്ടീഷ് എക്സ്റ്റേണൽ ഇൻ്റലിജൻസ് ഏജൻസി ആയിട്ടുള്ള MI6 ഒരു പുതിയ ഓപ്പറേഷൻ ലോഞ്ച് ചെയ്യുകയായിരുന്നു. ഈ ഒരു ഓപ്പറേഷൻ്റെ പ്രൈമറി പർപ്പസ് എന്ന് പറയുമ്പോൾ ലിസ്ബണിൽ നിന്ന് ഹുവാനെ സ്മഗിൾ ചെയ്ത് ഇംഗ്ലണ്ടിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ അതിനുവേണ്ടി ഒരു എഫർട്ട് ഹുവാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി കേട്ടോ. ആശാൻ താടിയൊക്കെ വളർത്തി ഒരു സോഡാ കുപ്പി കണ്ണാടിയും വെച്ച് തലയുടെ മുകൾ ഭാഗം ഷേവ് ചെയ്ത് പക്ക കഷണ്ടിയൊക്കെ ആക്കി മറ്റൊരു രൂപത്തിലങ്ങായി. അതുകൊണ്ട് ഇവർക്ക് വളരെ എളുപ്പത്തിൽ ഇദ്ദേഹത്തെ കടത്താൻ പറ്റി. കാരണം ആർക്കും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാലോ ഫോൾസ് റിപ്പോർട്ടുകൾ എന്ന് പറയുമ്പോഴത്തേക്കും നല്ല ഒന്നാന്തരം ക്രെഡിബിൾ ആയിട്ടുള്ള ഫോൾസ് റിപ്പോർട്ടുകളും മച്ചാൻ ഉണ്ടാക്കി. കാരണം ഇതിനോടകം വെച്ച് പുള്ളിക്കാരൻ വളരെ എക്സ്പേർട്ടായി ഈ കാര്യത്തിൽ. അങ്ങനെ ഇംഗ്ലണ്ടിലെത്തിയ ഹുവാനെ റിസീവ് ചെയ്യാൻ നിന്നിരുന്നത് പിൽക്കാലത്തിൽ MI5 അദ്ദേഹത്തിൻ്റെ ഹാൻഡിലറായ തോമസ് ഹാരിസ് ആയിരുന്നു. പിന്നെ ഈ ഒരു തോമസ് ഹാരിസ് ഈ ഒരു ഹുവാൻ്റെ വർക്കൊക്കെ കണ്ടിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ട് ഇദ്ദേഹത്തിനൊരു ഗോഡ് നെയിം കൊടുക്കുകയാണ്, ഏജന്റ് ഗാർബോ. ഈ ഒരു ഗാർബോ എന്ന പേരിൽ ഒരു സ്പാനിഷ് ആക്ട്രസ് ഉണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ പുള്ളിക്കാരി ഗ്രേറ്റസ്റ്റ് ഓഫ് ദ ഗ്രേറ്റ് ആയിരുന്നു എന്ന് വേണം പറയാനായിട്ട്. പിന്നീട് സംഭവിച്ചത് തോമസ് ഹാരിസിൻ്റെയും അതുപോലെ ഏജന്റ് ഗാർബോയുടെയും ഒരു മാഗ്നിഫിസൻറ്റ് പെർഫോമൻസ് ആയിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം അത്രത്തോളം വിശ്വസിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് മെനഞ്ഞയച്ചത്. നേരത്തെ ഉണ്ടായിരുന്ന സ്പൈ നെറ്റ്വർക്കിലുള്ള ആളുകളുടെ എണ്ണവും കൂട്ടി ആബ്വറിൽ നിന്ന് വാങ്ങുന്ന പൈസയും കൂടുതൽ വാങ്ങിച്ചു തുടങ്ങി. പക്ഷേ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഓപ്പറേഷൻ ടോർച്ചിനെ കുറിച്ചാണ്. വേൾഡ് വാറിലേക്ക് വെച്ച് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള രണ്ടെണ്ണത്തിൽ ഒരെണ്ണമാണ് ഈ ഒരു ഓപ്പറേഷൻ ടോർച്ച് എന്ന് പറയുന്നത്. ഈ ഒരു ഓപ്പറേഷൻ ടോർച്ചിൽ ഹുവാനും അതുപോലെ തന്നെ അതായത് നമ്മുടെ ഏജന്റ് ഗാർബോയും തോമസ് ഹാരിസും കൂടെ ഒരു ക്രെഡിബിൾ റിപ്പോർട്ട് എഴുതുകയാണ്. അതായത് പക്ക കറക്റ്റാണ് സംഭവം, അതിലൊരു കള്ളത്തരവില്ല. ഒരു ക്രെഡിബിൾ റിപ്പോർട്ട് എഴുതുകയാണ്. സൗത്ത് ആഫ്രിക്കയിലേക്ക് ആലീഡ് ഫോഴ്സസിൻ്റെ ഒരു വലിയ പ്ലാറ്റൂൺ തന്നെ വരുന്നുണ്ട്. ഇദ്ദേഹം ഈ ഒരു റോയൽ നേവിയുടെ 2 വാർഷിപ്പുകൾ, ഒരു ഗ്രൂപ്പ് ഓഫ് വാർഷിപ്പുകൾ ഒരു കോൺവോയ് കണക്ക് നീങ്ങുന്നത് കണ്ടു. അതിലുള്ള സോൾജേഴ്സ് മെഡിറ്ററേനിയൻ ക്യാമഫ്ലാജ് ആണ് യൂസ് ചെയ്തിരുന്നതെന്ന്. പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ്, തോമസ് ഹാരിസൺ ഏജന്റ് ഗാർബോയും കൂടെ ഈ കത്ത് അയച്ചു എന്നുള്ളത് നേരാണ്. പക്ഷെ അത് എയർമെയിൽ വഴി ഈ ഒരു ഇൻവേഷനും അറ്റാക്കും അവിടെ കഴിഞ്ഞതിന് ശേഷം ജർമ്മൻകാരുടെ കയ്യിൽ കത്തെത്തുന്ന രീതിയിലാണ് അയച്ചത്. അങ്ങനെ ഗാർബോയ് കത്ത് തുറന്ന് വായിച്ചപ്പോഴത്തേക്കും അങ്ങോട്ട് അഭിമാന പുളകിതനുമായി ഭയങ്കര ചിരിയും വന്നു. കാരണം അവർ എഴുതിയിരുന്നത് ഇങ്ങനെയാണ്: വി ആർ ഇംപ്രസ്ഡ് ബൈ യുവർ ഇൻ്റലിജൻസ് വർക്ക്. നിങ്ങളുടെ ഇൻ്റലിജൻസ് വർക്കിനെ നമ്മൾ ഒരുപാട് ഇംപ്രസ്ഡ് ആണ്. നിങ്ങളെ കൊണ്ട് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? പക്ഷെ ഒരു ചെറിയ പ്രശ്നം, ഇത് എത്തിയത് താമസിച്ചു പോയി. അത് നിങ്ങളുടെ മിസ്റ്റേക്ക് അല്ല. ബട്ട് താങ്ക് യു ഫോർ യുവർ എഫേർട്ട്. ദ
നേഷൻ ഈസ് പ്രൗഡ് ഓഫ് യു എന്നൊക്കെ പറഞ്ഞങ്ങാട്ട് അഭിമാനം. എന്തിനേറെ പറയണം, ഇവന്മാരുണ്ടല്ലോ അവിടുത്തെ ഏറ്റവും ഉയർന്ന അവാർഡുകളിൽ ഒരെണ്ണമായിട്ടുള്ള അയൺ ക്രോസ്, ആ അയൺ ക്രോസ് ഇങ്ങേർക്ക് അവാർഡ് ചെയ്തു. എന്തിനാണ്? ഇത്രയും കാലം അവരെ വലിപ്പിച്ചുകൊണ്ടിരുന്നതിന്. ജാനുവരി 1944 ഏജന്റ് ഗാർബോയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു ഡിസെപ്ഷൻ പ്ലാൻ എന്ന് പറയുന്നത്. 1944 ഏജന്റ് ഗാർബോയെ ആബ്വർ കോണ്ടാക്ട് ചെയ്യുകയാണ്. ആബ്വർ കോണ്ടാക്ട് ചെയ്തിട്ട് പറയുകയാണ്, നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, നമുക്കൊരു സംശയമുണ്ട്, എന്തായാലും നമ്മൾ ഇങ്ങനെയൊക്കെ ഇവരെ അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആലൈസ് നമുക്ക് നേരെ ഒരു വലിയ ഫോഴ്സിനെ അയക്കാൻ നല്ല സാധ്യത കാണുന്നുണ്ട്. ആ ഒരു വലിയ ഫോഴ്സിനെ അയക്കാൻ സാധ്യത കാണുന്നുണ്ട്. അത് എക്സാക്ട് ലൊക്കേഷൻ ഏതെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അവരെ പ്രതിരോധിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആബ്വറിൻ്റെ ബെസ്റ്റ് ഏജന്റ് ആയിട്ടുള്ള ഏജന്റ് അറവെലിനെ നമുക്ക് വേണം. അപ്പോൾ ഉടനെ നമ്മുടെ കർത്തവ്യബോധമുള്ള നമ്മുടെ ഏജന്റ് ഗാർബോ ഇപ്പം ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് നേരെ MI6 പോയി ഈ കാര്യം പറഞ്ഞപ്പോൾ സംഭവം ഉള്ളതാണ്. ഓപ്പറേഷൻ ഓവർലോഡ് എന്ന് പറയുന്ന പേരിൽ ഒരു മാസ് ലാൻഡിങ്, അതായത് ആലീഡ് ഫോഴ്സസിന്റെ ഒരു മാസ് ലാൻഡിങ് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്പറേഷൻ ഓവർലോഡിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഹുവാൻ ഒരു ഓപ്പറേഷൻ തുടങ്ങുകയാണ്, ഓപ്പറേഷൻ ഫോർട്ടിറ്റ്യൂഡ്. ഈ ഒരു ഓപ്പറേഷൻ ഫോർട്ടിറ്റ്യൂഡിന്റെ ദൗത്യം എന്ന് പറയുമ്പോഴത്തേക്കും ജർമ്മൻകാരെ പറ്റിക്കുക, അതായത് ഇവരുടെ വരവിനെ പറ്റിക്കുക, ഇവരുടെ അറ്റാക്കിന് ഒരു എലമെന്റ് ഓഫ് സർപ്രൈസ് കൊടുക്കുക. അങ്ങനെ ഹുവാൻ ആബ്വറിന് കത്തെഴുതുകയാണ്, കത്തെല്ലാം റിപ്പോർട്ട് അയക്കുകയാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഓപ്പറേഷൻ ഓവർലോഡ് എന്നാണ് അതിൻ്റെ പേര്. നിങ്ങൾക്കെതിരെ ഒരു ഭയങ്കര മാസ് ലാൻഡിംഗ് ആണ് ഈ ഒരു ആലീഡ് ഫോഴ്സസ് പ്ലാൻ ചെയ്യുന്നത്. അമേരിക്ക, ബ്രിട്ടൻ ആൻഡ് കാനഡ, ഈ 3 രാജ്യങ്ങളും കൂടെ ചേർന്ന്, ഇവരുടെയൊക്കെ സൈന്യങ്ങളൊക്കെ കൂടെ ചേർന്ന് ഏകദേശം 12ഓളം ഡിവിഷനുകൾ വരുന്ന ഒരു വലിയ ആർമി ഗ്രൂപ്പ് അവർ ഫോം ചെയ്തു. അതിൻ്റെ ഒരു ഫ്യൂസാഗ് എന്നാണ് അത് ലീഡ് ചെയ്യുന്നത് ജനറൽ പാറ്റൺ ആണ്. കാലിയിലാണ് അവർ ലാൻഡ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഏറ്റവും കൂടുതലുള്ള നിങ്ങളുടെ മെക്കനൈസ്ഡ് ഡിവിഷനുകളും ഏറ്റവും ബെസ്റ്റ് ഇൻഫാൻട്രി ഡിവിഷനെയും എല്ലാം അവിടെ സ്റ്റേഷൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഹുവാൻ ഈ ഇൻഫർമേഷൻ കൊടുത്തതോടുകൂടി 2 ബെസ്റ്റ് മെക്കനൈസ്ഡ് ഡിവിഷനുകളും അതുപോലെ 18-19 ഇൻഫാൻട്രി ഡിവിഷനുകളെയും കാലിയിൽ അവർ സ്റ്റേഷൻ ചെയ്തു. പക്ഷെ പണി കിട്ടിയത് എപ്പോഴാണെന്നറിയോ? ഇവർ ലാൻഡ് ചെയ്യുന്നത് കാലിയിലല്ലായിരുന്നു, നേരെ നോർമൻഡി ബീച്ചിലായിരുന്നു. നോർമൻഡി ബീച്ചിൽ അവിടെ ഉണ്ടായിരുന്നത് സാധാരണ ലൈൻ ഓഫ് ഡിഫൻസസ് ആയിരുന്നു. ഈ ഒരു ആലി സൈഡിൽ ഏകദേശം 4000 കാഷ്വാലിറ്റീസ് ഉണ്ടായിരുന്നു. പക്ഷേ ജർമ്മൻ സൈഡിൽ മൊത്തവും 9000 കാഷ്വാലിറ്റീസ് ആണ് ഉണ്ടായത്. ഈ ഒരു സക്സസിന് കാരണമായത് ഹുവാൻ ബൂഷോളായിരുന്നു. കാരണം ഇയാൾ മറ്റൊരു ഐഡിയയും കൂടെ പറഞ്ഞു കൊടുത്തു. ലണ്ടൻ എസെക്സിലാണ് നിങ്ങൾ ഈ ഒട്ടുമിക്ക ആർമികളെയും സ്റ്റേഷൻ ചെയ്യുന്നത്. അതായത് ഈ ഒരു കാലിയിൽ നിങ്ങൾ അറ്റാക്ക് നടത്തണമെങ്കിൽ ലണ്ടനിലായിരിക്കുമല്ലോ നിങ്ങൾ ആർമി സ്റ്റേഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് ആ സ്ഥലത്തിൽ കുറെ ഇൻഫ്ലേറ്റഡ് ടാങ്കുകൾ, അതായത് ടാങ്കുകളുടെയും ഷിപ്പുകളുടെയും രൂപത്തിൽ ഒരുപാട് ബലൂണുകൾ ഉണ്ടാക്കിയിടാൻ പറഞ്ഞു. അങ്ങനെ ജർമ്മൻ റെക്കണസൻസ് എയർക്രാഫ്റ്റുകൾ മുകളിൽ കൂടെ പറഞ്ഞപ്പോഴത്തേക്കും ഹുവാൻ പറഞ്ഞതുപോലെ കുറേ ടാങ്കുകളും കുറേ വാർഷിപ്പുകളും എല്ലാം അവിടെ നിരത്തിയിട്ടേക്കാണ്. ഇതെല്ലാം ബലൂണുകളാണെന്ന പാവങ്ങൾക്ക് മോളിൽ ഇന്ന് അറിയാൻ പറ്റൂലല്ലോ. അങ്ങനെ ഇൻഫർമേഷൻ അങ്ങോട്ട് ക്രെഡിബിൾ ആവുകയായിരുന്നു. പക്ഷേ ഇവർ പ്രതീക്ഷിക്കാതെ നോർമൻഡി ബീച്ചിൽ ഈ ഒരു അറ്റാക്ക് സംഭവിച്ചപ്പോഴത്തേക്കും ഇവർ ഹുവാനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ ഹുവാൻ പറഞ്ഞു, ഇതൊരു ഡിവേർഷൻ മാത്രമാണ്, ഇവരുടെ ഒറിജിനൽ അറ്റാക്ക് അവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്, അവിടെ നിങ്ങൾ അനക്കിക്കളയരുത്, അനക്കിയാൽ പണി കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ ഹുവാൻ പറഞ്ഞത് വിശ്വസിച്ച് എല്ലാ സോൾജേഴ്സിനെയും, ജർമ്മൻ സോൾജേഴ്സിനെയും അവിടെ സ്റ്റേഷൻ ചെയ്തേക്കാണ് കേട്ടോ. അപ്പം നോർമൻഡി ബീച്ചിൽ ഒരു വൻ മെസാക്കർ തന്നെ അവർ ചെയ്തു എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു വൻ ഇൻവോൾവ്മെൻ്റ് ആയിരുന്നു ഗാർബോയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത്. ഇങ്ങനെ എന്താ പറയുക, ഒരേ സമയം ക്രെഡിബിളും ഫോൾസുമായിട്ടുള്ള ഇൻഫർമേഷൻസ് ജർമ്മൻ ഹൈക്കമാൻഡിനും ജർമ്മൻ ഇൻ്റലിജൻസ് ഏജൻസി ആയിട്ടുള്ള ആബ്വറിനും അയച്ചുകൊണ്ടിരുന്നു ഈ ഒരു ഏജന്റ് ഗാർബോ എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ ഒരു റിലൻലെസ് എഫേർട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഒടുവിൽ 2ാം ലോക മഹായുദ്ധം ഇവർ ജയിക്കുകയായിരുന്നു. എന്നാൽ 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു ഗാബോയും അദ്ദേഹത്തിൻ്റെ വൈഫും കൂടെ മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിച്ചു, വെനസ്വേലയിലേക്ക് മാറി താമസിച്ചു. പക്ഷേ വെനസ്വേലയിലേക്ക് മാറി താമസിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും അറസീലിക്കും ഹുവാനും ഇടയിൽ അലോചനകളും ഉരസലുകളും എല്ലാം ഉണ്ടായി തുടങ്ങി. ഇവർക്കിടയിൽ വഴക്കുകൾ ഉണ്ടായി തുടങ്ങി. കാരണം ഹുവാന് ഭയങ്കര പേടിയെന്ന് പറയുമ്പോഴത്തേക്കും യുദ്ധം കഴിഞ്ഞു, ആലീഡ് ഫോഴ്സസ് ജയിച്ചു, ജർമ്മനിക്കാർ തോറ്റു. പക്ഷേ നാസി വിശ്വാസികൾ ഇപ്പോഴുമുണ്ട്. അവർ ഭാവിയിൽ ഹുവാൻ്റെ ഐഡൻറ്റിറ്റി തിരിച്ചറിഞ്ഞതിന് ശേഷം ഹുവാനെ അറ്റാക്ക് ചെയ്താലോ, ഹുവാനെ കുന്നുകളഞ്ഞാലോ അല്ലെങ്കിൽ ടോർച്ചർ ചെയ്താലോ എന്നെല്ലാം അദ്ദേഹത്തിന് ഒരുപാട് പേടിയായി. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിന് മറ്റൊരു ബഹുമതിയും കൂടെ കിട്ടുകയാണ്. നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൽ നിന്ന് MBE, അതായത് മെമ്പർ ഓഫ് ദ ബ്രിട്ടീഷ് എംപയർ എന്ന് പറയുന്ന ഒരു ഓർഡറിൻ്റെ പുരസ്കാരവും കൂടെ കിട്ടുകയാണ്. അതിൻ്റെ ഒരു മെമ്പർഷിപ്പും കൂടെ കിട്ടുകയാണ്. അപ്പോൾ ആലോചിക്കുക, വർക്ക് ചെയ്ത ഭാഗത്തു നിന്നും ശത്രുഭാഗത്തു നിന്നും ഉയർന്ന ബഹുമതികൾ ഇദ്ദേഹം കരസ്ഥമാക്കി. ഇത് തന്നെയാണ് അദ്ദേഹത്തിന് 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച സ്പൈ ആക്കി മാറ്റാനുള്ള മെയിൻ കാര്യവും.
അങ്ങനെ ഇദ്ദേഹവും ഭാര്യയുമായിട്ട് പ്രശ്നമായി. ഭാര്യ മക്കളെയും കൊണ്ട് ഇദ്ദേഹത്തെ വിട്ടങ്ങ് പോയി. അങ്ങനെ ഇദ്ദേഹത്തെ വിട്ട് പോയി. അങ്ങനെ ഇദ്ദേഹം MI5 കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, ഇങ്ങനെ ഭാര്യ അങ്ങോട്ട് വരുന്നുണ്ട്, അവർക്ക് താമസിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. പറയുന്നത് ഏജന്റ് ഗാർബോ ആണല്ലോ. അങ്ങനെ അരസീലിയും തൻ്റെ മക്കളും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിങ്ങോടുകൂടിയും സഹായത്തോടുകൂടിയും സുഖമായി ശിഷ്ടകാലം ജീവിച്ചു. അങ്ങനെ ഇരിക്കെ 1949 അരസീലി ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ആ ഒരു ന്യൂസ് അറിയുകയാണ്. ഹുവാൻ പൂജോൾ മരണപ്പെട്ടിരിക്കുന്നു. മലേറിയ വന്ന് വെനസ്വേലയിൽ വെച്ചാണ് ഹുവാൻ പൂജോൾ മരിച്ചത്. അപ്പോൾ അരസീലിക്ക് ഭയങ്കര ഗിൽറ്റ്, കാരണം അസുഖം വന്നപ്പോൾ നോക്കാൻ താൻ അവിടെ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അദ്ദേഹം മരിച്ചതെന്നൊക്കെ ഒരുപാട് ഗിൽറ്റ്. അങ്ങനെ ബ്രിട്ടീഷ് ഗവൺമെൻറ് തന്നെ ഭയങ്കര ആചാരപൂർവ്വം ഈ ഒരു ഹുവാൻ പൂജോളിൻ്റെ ഫ്യൂണറൽ ഹോസ്റ്റ് ചെയ്തു. അതുപോലെ ഈ ഒരു ഹുവാൻ പൂജോളിന് പോസ്റ്റ്മസിലി ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ കൊടുത്തു. കാരണം അവരാ യുദ്ധം ജയിക്കുവാനുള്ള മെയിൻ കാരണം അദ്ദേഹമാണ്. അങ്ങനെ അരസീലിയും അവരുടെ മക്കളും തങ്ങളുടെ ലൈഫുമായിട്ട് മൂവ് ഓൺ ചെയ്തു. അരസീലി ഈ ഒരു ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ എംബസിയിലും അതുപോലെ തന്നെ അമേരിക്കൻ എംബസിയിലും എല്ലാം ഇൻ്റർപ്രറ്ററായിട്ട് വർക്ക് ചെയ്തു. 1958 എഡ്വേർഡ് ക്രൈസ്ലർ എന്നൊരു ബിസിനസ്സുകാരനെ അവർ മീറ്റ് ചെയ്യുകയാണ്. ശേഷം ആ ഒരു ബിസിനസ്സുകാരനുമായിട്ട് ചേർന്ന് അവർ ഒരുപാട് കൊളാബറേറ്റഡ് വർക്കുകൾ ചെയ്തു. കൊളാബറേറ്റഡ് വർക്കുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സുവനിയർ ഷോപ്പിൽ നിന്ന് തുടങ്ങിയതാണ്, അതങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്ത് ആർട്ട് ഗാലറി വരെ എത്തി. അങ്ങനെ ഇവർ പ്രണയത്തിലായി, ഇവർ വിവാഹിതരാവുകയും ചെയ്തു. പക്ഷേ എഡ്വേർഡ് ക്രൈസ്ലർ നേരത്തെ ഹുവാനും ഈ ഒരു അരസീലിക്കും കൂടെ ഉണ്ടായ 3 മക്കളെ ഒഫീഷ്യലി ദത്തെടുക്കുകയും ചെയ്തു. അങ്ങനെ അവർ സന്തോഷമായിട്ട് ശിഷ്ടകാലം ജീവിച്ചു. പിക്ചർ അബീബി ബാക്കി ഹെ മേരെ ദോസ്ത്. 1984 ഹുവാൻ പൂജോൾ ജൂനിയർ എന്ന ഹുവാൻ്റെയും അരസീലിയുടെയും മൂത്ത മകൻ ഒരു ന്യൂസ് കേൾക്കുകയാണ്. ആ ന്യൂസിൽ ഇങ്ങനെയാണ് പറയുന്നത്: ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ലെജൻഡറി സ്പൈ ആയ ഏജന്റ് ഗാർബോ തൻ്റെ അവാർഡ് മേടിക്കുവാനായി തിരിച്ച് ലണ്ടനിലെത്തിയിരിക്കുന്നു. ഇത് കേട്ട് അന്തം വിട്ട് ഇവർ ഗാർബോയെ കാണാനായിട്ട് ഓടി ചെന്നപ്പോൾ ആശാൻ നല്ല ഹെൽത്തി ആയിട്ട് അവാർഡ് മേടിച്ചവിടെ ഇരിക്കുന്നു. എന്താ സംഭവം? ഭാര്യയുമായിട്ട് ആ ഒരു അലോസരമുണ്ടായി, നാസികളെ ഭയന്ന്, പിന്നെ അത് മാത്രമല്ല വേറെ ചില അദ്ദേഹത്തിൻ്റെ മാത്രമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് അദ്ദേഹം തൻ്റെ മരണം ഫേക്ക് ചെയ്യുകയായിരുന്നു. മരണം ഫേക്ക് ചെയ്ത് അത്രയും കാലവും ഒരു ഗോസ്റ്റിനെ പോലെ ജീവിച്ചു, ഏകദേശം 40ഓളം വർഷം. എങ്ങനെ? ഗവൺമെൻറ്റും MI6 MI5 തൻ്റെ സുഹൃത്തുക്കൾ, തൻ്റെ കൊളീഗ്സ്, തൻ്റെ വൈഫ് ആരും അറിയാതെ ഒരു ഗോസ്റ്റിനെ പോലെ വെനസ്വേലയിൽ ജീവിച്ചു. ബുക്ക് സ്റ്റോറൊക്കെ നടത്തിയാണ് ജീവിച്ചത്. തിരിച്ചു വരണമെന്ന് അദ്ദേഹം തീരുമാനിച്ചപ്പോൾ അദ്ദേഹം തിരിച്ചെത്തുകയും ചെയ്തു. ശേഷം 1988 എന്താ പറയുക, നാച്ചുറൽ കോസസിൽ, വാർദ്ധക്യപരമായിട്ടുള്ള അസുഖങ്ങളിൽ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. നമ്മൾ വേൾഡ് വാറിനെ കുറിച്ച് പല സ്ഥലങ്ങളിലും വായിച്ചിട്ടുമുണ്ട്, പഠിച്ചിട്ടുമുണ്ട്. എന്നാൽ ജെയിംസ് ബോണ്ടിൻ്റെ അച്ഛനെന്ന് പറയാൻ പറ്റുന്ന രീതിക്കുള്ള ഇത്തരത്തിലുള്ള ഒരു ഹീറോയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെക്കുറിച്ച് അറിയാനായിട്ട് മറ്റാളുകളിലേക്കും ഈ വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കുക. ഇനി ഈ ഒരു ഏജന്റ് പൂജോൾ, ഈ ഒരു ഏജന്റ് ഗാർബോയുടെ ആ ഒരു ലൈഫ്, അതൊരു സിനിമയാക്കിയാൽ നല്ല രസമായിരിക്കുമല്ലേ? നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റിൽ ഏത് നടനായിരിക്കും അതിന് സ്യൂട്ടബിൾ? ഇപ്പോൾ എൻ്റെ ഒരു ഐഡിയയിൽ ലുക്ക് പ്രകാരം ഇദ്ദേഹമാണെങ്കിലും വർക്കും അതുപോലെ ഇമോഷൻസും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഏജന്റ് ഗാർബോയായിട്ട് അഭിനയിക്കാൻ ഏറ്റവും ബെസ്റ്റ് ഓസ്കർ ഐസക് ആയിരിക്കും. അരസീലിയായിട്ട് അഭിനയിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആന ഡി അർമാസും ആയിരിക്കും. ഇവർ രണ്ടുപേരും സ്പാനിഷ് ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകളായതുകൊണ്ടും ഈ ഒരു റോളുകൾ വളരെ അടിപൊളിയായിട്ട് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടുമില്ല. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ഫോളോ ചെയ്തേക്കുക. അവിടെയും ഞാൻ കണ്ടന്റുകൾ ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടന്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക.